ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ 10-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും. യേശു നല്ല ഇടയനാണ്. നല്ല ഇടയൻ എന്നാൽ ആടുകളെ നയിക്കുന്നവൻ മാത്രമല്ല, ആടുകളെ വ്യക്തിപരമായി അറിയുന്നവൻ കൂടിയാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഇതൊരു അടുപ്പമുള്ള ബന്ധത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. യേശു സ്നേഹത്തിന്റെ തെളിവായി ആടുകൾക്ക് വേണ്ടി എന്റെ ജീവൻ അർപ്പിക്കുന്നു എന്ന് പറയുന്നു. മനുഷ്യ മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവൻ വരെ ത്യാഗം ചെയ്ത ഒരു രക്ഷകനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. ഈ വചനങ്ങളിൽ യേശു പറയുന്നത് നമ്മൾ എല്ലാവരും ഒരൊറ്റ കൂട്ടായി ഒരുമിച്ച് ജീവിക്കുക എന്നതാണ്. നമ്മോട് നമ്മൾ തന്നെ ചോദിക്കേണ്ട 2 ചോദ്യങ്ങളുണ്ട്. നല്ല ഇടയന്റെ ശബ്ദം കേട്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ അവനെ പിന്തുടരുന്നുണ്ടോ? നല്ല ഇടയന്റെ ശബ്ദം ശ്രവിച്ച് അവന്റെ വഴിയെ നമുക്ക് നടക്കാൻ സാധിക്കട്ടെ. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.